ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു ഞണ്ട് റോസ്റ്റ് ആയാലോ. അതിനായി നമ്മൾ ഞണ്ട് കുട്ടന്മാരുടെ ഷെല്ലൊക്കെ ഓപ്പൺ ചെയ്ത് അകത്തെ വേസ്റ്റൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവരെ എല്ലാം കൂടെ നല്ല രീതിയിൽ കുളിപ്പിച്ച് വൃത്തിയാക്കി നന്നായി കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇത്രയും ഞണ്ടുണ്ടായിട്ട് ഞാൻ ഒരു 5 സവാളയും ഒരു വലിയൊരു തക്കാളിയും ആവശ്യത്തിന് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും എടുത്തു. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും എല്ലാം കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിക്കുക. സവാളയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് നന്നായി അടച്ചു വെച്ച് വേവിക്കുക. ഒരുവിധം വെന്തതിന് ശേഷം കുരുമുളക് പൊടി മസാലപ്പൊടി മല്ലിപ്പൊടിയും ഇട്ട് നല്ല രീതിയിൽ വഴറ്റുക. ഒരുവിധം വഴറ്റിയതിന് ശേഷമാണ് ഞാൻ മുളക് പൊടി ഇടുക. മുളക് പൊടി ഇട്ട് നല്ല രീതിയിൽ മൂപ്പിക്കും. ഏകദേശം ഇതുപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഞണ്ടിനെ എല്ലാം കൂടെ തന്നെ തട്ടിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇച്ചിരി പാടായിരുന്നു ഇതൊക്കെ തട്ടിയിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഒരുവിധമൊക്കെ എല്ലാം മിക്സ് ചെയ്ത് എടുത്ത് എന്നിട്ട് അതിലേക്ക് തക്കാളിയും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് വെള്ളവും ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കുക. അങ്ങനെ നമ്മുടെ ഞണ്ട് കുട്ടന്മാരെല്ലാം കറിക്കകത്തൊക്കെ കിടന്ന് തിളച്ചരപ്പൊക്കെ പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ കറിയെല്ലാം കൂടി എടുത്തൊരു പീൽസിലോട്ട് ഇട്ട് ചോറും കൂട്ടി കഴിക്കുന്നത് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.